ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ അയനുമ്മയുടെ അംഗൻവാടിയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ലൊരു ക്രിസ്മസ് ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് ആൾ നല്ല മിടുക്കിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കുമായിരുന്നു. പിന്നെ അങ്ങ് കുറേ കഴിഞ്ഞപ്പോൾ അലമ്പാനൊക്കെ തുടങ്ങി. കുറേ കുഞ്ഞുമക്കളുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ നാത്തൂനാണ് നൂനു. ആളുടെ ഒരു പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു, ഒരു കിടിലൻ പ്രസംഗമൊക്കെ ആയിരുന്നു. ആൾ കിടിലായിട്ടൊക്കെ സംസാരിച്ചായിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലാവരും നല്ല ക്ലാപ്പൊക്കെ കൊടുത്തു, ഭയങ്കര ഹാപ്പി പ്രൗഡ് ആയിരുന്നു. അപ്പോഴും അമ്മ അച്ഛ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് ട്രീയുടെ കൂടെയൊക്കെ വന്ന് അലമ്പി. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ബഹളവും. പിന്നെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ. അപ്പം ആ ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ ആൾ കുറച്ച് പിന്നെ കൂടെ നിൽക്കുന്ന ഒരാൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ നിന്ന് ഡാൻസും കാര്യമൊക്കെ കളിയായിരുന്നു. പിന്നെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ജാടക്കാരിയായിരുന്നു. ഡാൻസ് കളിച്ചപ്പോൾ നമ്മൾ വലിയ പുള്ളികളാണ് എന്നുള്ളൊരു തോന്നലൊക്കെ ആയിരുന്നു ആ ഷാത്തിക്ക്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ പോസ്റ്റൊക്കെ തന്നു. പിന്നെ ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. ക്രിസ്മസിൻ്റെയൊക്കെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു വീഡിയോ പോസ്റ്റൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ ഓട്ടമൊക്കെയാണ്. പിന്നെ ഇതാ ക്രിസ്മസ് ട്രീ. പിന്നെ ഇതാ അവിടെ പിള്ളേരെല്ലാം കൂടെ ഇരുന്നു ലാസ്റ്റ് ഒരു ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. അപ്പോഴും അലമ്പൊക്കെ ആയിരുന്നു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും ഇരുത്തുന്നതനുസരിച്ച്. പിന്നെ വന്നിങ്ങനെ നോക്കി മുട്ടായൊക്കെ കാണിച്ചാണ് ചേച്ചി അവിടെ ഒരു ഇരുത്തിയതെല്ലാവരെയും. പിന്നെ അതിനിതാ മുട്ടായി കഴിക്കുന്നു. എല്ലാ മക്കൾക്കും മുട്ടായൊക്കെ കൊടുത്തു. ഇതാ ഞങ്ങളെ കേക്കൊക്കെ വാങ്ങിച്ച് എല്ലാവരും മുറിച്ചു. കേക്ക് ഇതാ കഴിക്കുവാണ്. ഇത് ഞങ്ങളെ കൗൺസിലറാണ് റീന മാമാണ് ഇന്ന് അവിടെ ഉദ്ഘാടനത്തിനൊക്കെ ആയിട്ട് വന്ന അംഗൻവാടി ക്രിസ്മസ് സെലിബ്രേഷന്. പിന്നെ അതാ ഫാമിലി സെൽഫി അവരുടെ വീഡിയോ ഞാൻ എടുത്തു. അതിനിതാ കേക്ക് കഴിക്കുന്നു. ഭയങ്കര ഇന്ന് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്താൻ പറ്റ പാട് കുറച്ചായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് പോസൊക്കെ ചെയ്തു. എനിക്ക് പോസൊന്നും തരുന്നില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പോസ് എടുക്കാനൊക്കെ. എവിടെ നിന്നും ആളത്ര മൈൻഡിങ് അല്ല. ഇടയ്ക്ക് 2 വിക്ടറിയൊക്കെ കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പോയി. പിന്നെ ചേച്ചിയുടെ കൂടെ പോയി കസേരയിരുന്നു. പിന്നെ ഇത് റീന മാമിൻ്റെ മോനാണ്. ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങിനെത്തിയപ്പം അവിടെ അലമ്പായിരുന്നു. പിന്നെ ഗിഫ്റ്റൊക്കെ ടീച്ചറെ കൊണ്ട് കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അടുത്ത കരച്ചിൽ ആളുടേത്. ചേച്ചി ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് കൊടുക്കുന്നു. ആൾക്ക് നല്ലൊരു ഗിഫ്റ്റാണ് കിട്ടിയത്. ആൽഫബെറ്റ്സിൻ്റെയാണ് കിട്ടിയത്. അപ്പം അതൊക്കെ പിന്നെ അവിടെ അടുക്കി പറക്കി വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയാനാ, ഗിഫ്റ്റൊക്കെ പൊട്ടിക്കുന്നത് ഭയങ്കര ആകാംക്ഷയോടെയാണ് ഗിഫ്റ്റൊക്കെ പൊട്ടിക്കുന്നത്. പൊട്ടിച്ച് തുറക്കാൻ വേണ്ടി ഇങ്ങനെ ഇതും വേറെ ആൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് അടുത്തൊരാളും കൂടെ വന്ന് പിടിയായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ABCD കണ്ടപ്പം ഒരു അലറി ബഹളമൊക്കെ സന്തോഷമായിരുന്നു. പിന്നെ അതിങ്ങനെ അത് പൊട്ടിക്കാനുള്ള ആവേശമായി. ഗിഫ്റ്റ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ഇത് പൊട്ടിക്കണമെന്നായി. പിന്നെ അത് കഴിഞ്ഞ് പപ്പടമൊക്കെ കൊടുത്ത് ഒരു വിധം കരച്ചിലും ബഹളം നിർത്തി. പിന്നെ ഫ്രൈഡ് റൈസ് കഴിക്കാൻ കൊണ്ടിരുത്തി. പിന്നെ ഐസ്ക്രീം കൊടുത്തു ആൾക്ക്. അത് കഴിഞ്ഞ് ആൾ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. ഒത്തിരി അലമ്പൊക്കെ ആണെങ്കിലും അടിച്ചു പൊളിച്ചൊരു അംഗൻവാടി ക്രിസ്മസ് സെലിബ്രേഷൻ.